ഹായ്, ഞാൻ വീണ്ടും നമ്മുടെ ആ കൊച്ചു കാട്ടിലോട്ട് വന്നതാ. ഒരു എക്സൈറ്റ്മെൻറ്റ്. ആ മുമ്പുണ്ടായിരുന്ന ബ്ലൂബെറിയൊക്കെ ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ നോക്കട്ടെ. ഇതുകൊണ്ടോ, ബ്ലൂബെറിയിലൊക്കെ ഒന്നോ രണ്ടോ ബ്ലൂബെറിയൊക്കെ ഉള്ളൂ. എല്ലാവരും പറിച്ച് തീർന്നതാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല. പക്ഷെ ഇവിടെയൊക്കെ കുറേ ഇത് നിൽപ്പുണ്ട്, ചുമന്ന് കൊല. ഇതെന്തുവാണെന്നറിയില്ല. ഞാനാരോടും ചോദിച്ചിട്ടുമില്ല, അതുകൊണ്ട് ഞാനിത് തിന്നണില്ല. നമുക്കിത് തിന്ന് നോക്കാം. ടേസ്റ്റൊക്കെ ഉണ്ട്, ഒറ്റപ്പള തന്നെ. വേറൊരു ഇതും കാണിച്ചു തരാവേ. ഇതുണ്ടോ, റാസ്ബെറി. ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാനിത് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാനിത് കാണുന്നതും കഴിക്കുന്നതും. നല്ല മധുരമാണ് ഇതിന്. ബ്ലൂബെറിക്ക് ഒരു ചെറിയ പുളിപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇതിന് നല്ല മധുരമാണ്, നല്ല പഴുത്തതിന്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരുപാട് റാസ്ബെറീസ് ഉണ്ട്, പക്ഷേ ഇപ്പം കുറവാണ്. ഇതിൻ്റെയൊക്കെ സീസൺ കഴിയാറായി. ഇവിടെ ഇപ്പോൾ കുറവാണ്, പക്ഷേ ചെടി ഒരുപാട് നിൽപ്പുണ്ട്. നമ്മുടെ അവിടെ ഈ സമയത്ത് ഓണപ്പൂവൊക്കെ നിൽക്കുന്ന പോലെ ഏകദേശം അതുപോലെയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്, കളർ വൈസും അല്ലാണ്ട്. പക്ഷെ നല്ല രസമുണ്ട്, ഒരുപാട് നിൽപ്പുണ്ട് ഇവിടെ. ഇത് കണ്ടോ, കൂണ്, മഞ്ഞക്കൂണ് ഏതാണ്ടൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ഇല്ലോ, അവിടെയും ഉണ്ട്. പക്ഷേ എനിക്കറിയാൻ പാടില്ല ഏതാണ് നല്ല കൂണ് ഏതാണ് പോയിസണസ് എന്ന്. അത് കാരണം ഞാൻ പറിക്കാറില്ല. ഇവിടുത്തുകാരൊക്കെ പക്ഷെ വന്നിട്ട് കൂണ് പറിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കറിഞ്ഞൂടാ. ഇതൊരു ചെറിയ കാടാണേ. അപ്പുറത്ത് അവിടെയൊക്കെ വീടൊക്കെ ഉണ്ട്. ഇതുണ്ട്, എന്തോരം കമ്പുകളാണ്, മരങ്ങളും ഇതെല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കുന്നത്. നമ്മുടെ കേരളത്തിലായിരുന്നു ഇതൊക്കെ പണ്ടേ ഓരോരുത്തരുടെ വീട്ടിൻ്റെ ഇരുന്നേനെ, അടുപ്പത്ത് കയറിയാണ് സത്യത്തിൽ. അതുകൊണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കൂണും മഷ്റൂം മൊത്തം നശിച്ചു പോയി, മരമെല്ലാം വീണ്. ഇവിടുത്തുകാർ ഇതൊന്നും യൂസ് ചെയ്യത്തില്ലല്ലോ, വിറകടുപ്പൊന്നും കാണത്തില്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.